ഞാൻ പോയി നോക്കിയിട്ട് വരാം. ആന്റി ടേസ്റ്റ് ചെയ്യണോ? വേദാന്തിന്റെ ടേസ്റ്റ് എനിക്കറിയാവുന്നത് കൊണ്ട് അമ്മ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. നിങ്ങൾ സംസാരിച്ചിരിക്കും. എന്താ മൂല്യ, നീ നിന്റെ ഫ്യൂച്ചറിനെ പറ്റി സ്വപ്നം കണ്ടിരിക്കുകയാണോ? എന്താന്ന് പറ. പോ ചേച്ചി, എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്നേ? ചേച്ചി വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. ഒന്നുമില്ല ഒന്നുമില്ല നീയോനും തമ്മിൽ ഒന്നുമില്ല ഒന്നുമേയില്ല. വിക്കി, വേദാന്ത് എവിടെ എത്തിയെന്ന് അന്വേഷിച്ച് നോക്കി. നിങ്ങളിപ്പോ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കേ. ഞാൻ പോയിട്ട് ഇപ്പൊ തന്നെ വരാം. നീ ഇവിടെ എന്താ ചെയ്യുന്നേ? അവൾക്ക് കുറച്ച് പ്രൈവസി കൊടുക്ക്. വാ. രണ്ട് ദിവസം ഇവിടുന്ന് മാറിയപ്പോഴേക്കും വർഷങ്ങളായിട്ട് നീ ഇവിടെ ഇല്ലാത്ത പോലെ നിനക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നേ. എല്ലാവർക്കും നിന്നോട് എന്ത് ഇഷ്ടമാണെന്ന് നോക്ക്. എനിക്ക് നിന്നെ ഇഷ്ടമായപ്പോ ബാക്കിയുള്ളവർക്ക് നിന്നെ ഇഷ്ടാവാതിരിക്കോ? ഓ, അപ്പൊ നിനക്ക് വായനാശീലം ഉണ്ടെന്ന് നീ എന്നോട് പറഞ്ഞത് സത്യമായിരുന്നല്ലേ? പറഞ്ഞതൊന്നും കള്ളമല്ലല്ലേ? ചേച്ചി, നമ്മുടെ മുതുക്കിക്ക് വേദാന്തിയേട്ടനുമായിട്ട് നല്ല ജോഡിയായിരിക്കും അല്ലേ? അങ്ങനെയൊന്നും ഇല്ലടി മോളെ. അവര് രണ്ടുപേരും തമ്മിൽ എപ്പോഴും വഴക്കല്ലേ. അതുകൊണ്ടാണ് എല്ലാവരും കൂടി ഇങ്ങനെ കളിയാക്കുന്നത്. ഇതാണ് ജോക്ക് ഓഫ് ദി വീക്ക്. എന്താ? അവർക്കിടയിലുള്ളത് ലവ് ആണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ലെങ്കിലും അതുപോലെ എന്തോ ഒന്നാണ്. അത് 100% ഉറപ്പാ. എനിക്ക് മനസ്സിലായില്ല. ഇവർക്കിടയില് സംതിങ് ഉണ്ട്. കെമിസ്ട്രിയും ഫിസിക്സും ബയോളജി എല്ലാം ഒരുപോലെ വർക്കാവുന്നുണ്ട്. അവരെ രണ്ടാളുടെയും മുമ്പില് ആരുടെയെങ്കിലും പേര് പറഞ്ഞ രണ്ടുപേരുടെയും മുഖം ഇങ്ങനെ ബ്ലഷ് ചെയ്യും. വെറും പേര് കേട്ടാ മതി, രണ്ടുപേരുടെയും മനസ്സിൽ പടക്കം പൊട്ടും. മിണ്ടാതിരിയടി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ. ഞാൻ ആവശ്യമില്ലാതൊന്നും പറഞ്ഞില്ല ചേച്ചി, സത്യം തന്നെ പറഞ്ഞ. ചേട്ടൻ ഡൽഹിന്ന് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് എങ്ങനെയാ റെഡിയായി പോയെന്ന് കണ്ടില്ലേ ചേച്ചി? നടക്കട്ടെ, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കട്ടെ. അവർ രണ്ടുപേരും എന്റെ ഫേവറേറ്റ് കപ്പിൾസാ. എങ്ങനെയെങ്കിലും അവർ രണ്ടുപേരും ഒന്നായി കണ്ടാ മതി. ഇനി നിന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് അഭിനയിക്കാൻ എനിക്ക് പറ്റില്ല വേദാന്ത്. ഹലോ ചേട്ടാ, ഇപ്പൊ എവിടെയുള്ളേ? എപ്പോഴാ വരാ? എന്താടാ ഇങ്ങനെ ടെൻഷൻ ആയിരിക്കുന്നേ? എന്റെ ചേട്ടാ, നിങ്ങളിവിടെ ഇല്ലാത്തോണ്ട് വലിയ ഡ്രാമ ഇവിടെ നടക്കുന്നേ. വിക്രാന്ത്, നീ ഓക്കെ അല്ലേ? എന്താ പറ്റിയേ? ചേട്ടാ, ഞാൻ ഇത്രയും ടെൻഷനായിട്ട് ഇവിടെ സംസാരിച്ചിട്ട് ചുമ്മാ കൂളായിട്ട് വാട്ട് ഹാപ്പൻ ചോദിക്കണോ? മാറ്റർ അത്രയും സീരിയസ് ആണെങ്കിൽ കാര്യം എന്താന്ന് പറ. ചേട്ടൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് റൗഡി കൊച്ചി ഇവിടെ വീട്ടിലേക്ക് വന്നിരുന്നു. അതുമാത്രമല്ല, അമ്മയായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടാ സംസാരിച്ചേ. പിന്നൊരു കാര്യം അറിയോ? ഞാൻ തന്നെ അമൂല്യെ വിളിച്ചത്. അതിനിപ്പോ എന്താ? വിക്രാന്ത്, നീ അവിടെ ഉണ്ടോ? ഓ, ഇതായിരുന്നല്ലേ കാര്യം. എനിക്ക് ഇപ്പഴാ മനസ്സിലായേ. എടാ, ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴിയാ. ഉടനെ അങ്ങോട്ടേക്ക് എത്തും. എനിക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അങ്ങോട്ടേക്ക് വരാം. ഹലോ ചേട്ടാ, ഇതിനും മാത്രം അർജൻസി എന്താന്ന് എനിക്ക് മനസ്സിലായി. ഒന്നുമില്ലെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് മോതിരം വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് ഫ്ലവർ ബൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഇന്നലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. അതിനു വേണ്ടിയാണ് അവൾ ഇന്ന് നല്ല രീതിയിൽ റെഡി ആയിട്ട് വന്നത്. നടക്കട്ടെ. എന്റെ ആരതി, നീ ഭയങ്കര ലക്കിയാട്ടോ. കല്യാണം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയാലും സ്വന്തം വീട്ടിൽ നിന്ന് ഒരു കമ്പാനിയനും കൂടെ ഉണ്ടാവും.
വേദാന്ത്, എടി കഴുതേ, ഞാൻ എത്ര പറഞ്ഞിട്ടുണ്ട്, നിനക്ക് മനസ്സിലാവില്ല അല്ലേ? നനഞ്ഞ ടവല് ബെഡിന്റെ മുകളിൽ ഇടരുതെന്ന് നിനക്ക് മലയാളം അറിയില്ലേ? ഹലോ വേദാന്ത് സാറേ, ഇത് എന്റെ ഡയലോഗാ. നീ എന്താ ഉദ്ദേശിച്ചേ? നിങ്ങൾ ശരിക്കും ഒരു ടിപ്പിക്കൽ ഹസ്ബൻഡ് ആയിട്ടാ പെരുമാറുന്നേ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓരോരോ ഷർട്ട് എല്ലാ ദിവസവും അയൺ ചെയ്ത് വെക്കും. അല്ല, ഓഫീസിൽ 10,000 സ്ത്രീകളൊക്കെ ജോലിക്ക് വരുന്ന പോലെ എന്തിനാ പെരുമാറുന്നേ? കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ ഡ്രസ്സിനോടുള്ള ആഗ്രഹം എന്തിനാന്നാ ചോദിച്ചേ. ഹലോ, ഞാൻ പറഞ്ഞത് ടവലിനെ പറ്റി മാത്രം. നീ എങ്ങോട്ടേ ഈ കാട് കയറുന്നേ? ഒരു ടിപ്പിക്കൽ ഭാര്യയായി സംസാരിക്കുന്ന നീയാ. നിനക്ക് പോസസീവ്നെസ് കുറച്ച് കൂടുന്നുണ്ട്. ചുമ്മാ വെറുതെ ആവശ്യമില്ലാത്ത ഇമാജിനേഷൻ ഒന്നും വേണ്ട. നിങ്ങളുടെ ഈ കോലത്തിന് എന്നെ കിട്ടിയത് തന്നെ ഭാഗ്യം. വേറൊരു പെണ്ണും നിങ്ങളുടെ മുഖത്തേക്ക് പോലും നോക്കില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. നീ പിന്നെ ദേവലോകത്തുനിന്ന് പൊട്ടി വീണ സുന്ദരിയാണല്ലോ അല്ലേ? നിന്റെ പുണ്യമാണ് എന്നെ പോലൊരു ഭർത്താവിനെ കിട്ടിയത്. ഇതാ ഇപ്പൊ ഏറ്റവും വലിയ കോമഡി. കല്യാണം കഴിയുമ്പോ ഭ്രാന്ത് മാറുമെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ കാര്യത്തില് നിങ്ങളുടെ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ ഭ്രാന്ത് മാറില്ല എന്നുള്ള കാര്യം ഉറപ്പായി. ഹെവി ഹെഡ് വെയിറ്റാ നിങ്ങൾക്ക് മനുഷ്യ. ഭർത്താവിനെ കുറ്റം പറയുന്നോടി ദിക്കോയ്. നോക്ക്, ഞാൻ ആള് ശരിയല്ല. എന്നോട് എന്റെ ഭർത്താവ് മാന്യമായിട്ട് സംസാരിച്ചില്ല എന്ന് ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. ആർക്ക് കംപ്ലൈന്റ് കൊടുക്കുന്നു? എന്തോ അറിയാതെ പറഞ്ഞു പോയതാ, ഫ്ലോയില് വന്നു പോയതാ. അറിയാതെ പറഞ്ഞാൽ ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം അറിയാൻ പാടില്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാനാ? എന്റെ സ്വന്തം ഭർത്താവേ. വേദാന്തിന്റെ വായിന്ന് എന്നെ കല്യാണം കഴിക്കുന്ന ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോ ഞാൻ നിന്നെ സ്വപ്നം കാണാൻ തുടങ്ങിയല്ലോ. നീ വളരെ നല്ലവനാ. എനിക്ക് നിന്നെ കിട്ടിക്കഴിഞ്ഞാ ദേവലോകത്ത് നിന്ന് ഇറങ്ങി വന്നതുപോലെ ഞാൻ നിന്നെ നോക്കും. അമ്മേ, എന്തിനാ അമ്മേ TV ഓഫ് ചെയ്തേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഈ സീരിയലൊക്കെ നീ എന്തിനാ കാണുന്നേ? നമുക്ക് തന്നെ ആവശ്യം പോലെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ ഇവിടെ ആരുമില്ല. അതിന്റെ ഒപ്പം ഈ സീരിയലും കൂടെ എന്തിനാ കാണുന്നേ? ഇപ്പോഴാണ് വിളക്കം കത്തിച്ച് ഇങ്ങോട്ട് വന്നേ. അപ്പൊ തന്നെ TV-യിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കുന്നത് അത് നല്ലതല്ല മോളെ. അയ്യോ അമ്മേ, അമ്മ പൂജാമുറി വിളക്ക് കത്തിക്കുന്നതിനും ഇവള് സീരിയൽ കണ്ട് കരയുന്നതിനും എന്ത് ബന്ധമുള്ളത്? ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നിങ്ങൾ എന്നെ കളിയാക്കും. വിളക്ക് കത്തിക്കുന്ന സമയം വീട്ടിലേക്ക് ലക്ഷ്മി വരുമെന്നാ പറയുന്നേ. ആ സമയത്ത് ഇതുപോലുള്ള കണ്ണീർ സീരിയലൊക്കെ കണ്ടോണ്ടിരുന്ന വീട്ടിലേക്ക് ലക്ഷ്മി വരുമോ?
അമ്മേ, അമ്മ പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നു. എന്തോ വേണ്ടാത്തത് സംഭവിക്കാൻ പോകുന്ന പോലെ. അളിയ, മുത്തശ്ശിയെ കണ്ടിട്ട് നല്ല രീതിയിൽ കത്തിവെക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ? അല്ലെങ്കിൽ തന്നെ അമ്മൂലിയുടെ തല തിരിഞ്ഞിരിക്കുന്ന പോലെയാ. അതിനിടയിൽ മുത്തശ്ശി അവളുടെ തലയിൽ കൈയിട്ട് ബ്രെയിനിനെ ചട്നി പോലെ കുഴയ്ക്കുമെന്നുള്ളത് ഉറപ്പാ. സുഹാസിനി നിന്നോട് മരുമകൾ എന്ന പോലെ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങള് രണ്ടാളും സംസാരിക്കുന്നത് ഞാൻ കണ്ടപ്പോ നാടകം കളിക്കുകയാണെന്നാ കരുതിയത്. എന്നാ കണ്ണുകൾ കള്ളം പറയില്ലല്ലോ. എപ്പോഴാണ് ഞാൻ നിങ്ങൾക്കിടയിൽ ഇത്രയും വലിയ സൗഹൃദം കണ്ടത്, അപ്പം മുതൽ എനിക്ക് എല്ലാ കാര്യവും മനസ്സിലായി. സത്യം പറയുവാണെങ്കിലുണ്ടല്ലോ, നമ്മുടെ വേദാന്തിന് നീ തന്നെ ശരിയായ ജോഡി. അവനെ എല്ലാവരുടെയും ഒപ്പം നിർത്തി എല്ലാവരോടും നോർമലായി പെരുമാറിക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ മോളെ. നിന്നോട് എനിക്കൊരു രഹസ്യം പറയാനുണ്ട് മോളെ. രഹസ്യം എന്താ മുത്തശ്ശി? അത് നിങ്ങളുടെ രണ്ടുപേരുടെയും രഹസ്യമാണ്. ഞങ്ങളുടെ രഹസ്യം? റൗഡി കൊച്ചിന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് ഇടയ്ക്ക് വെച്ച് കൺഫ്യൂഷൻ ആയെന്നാ തോന്നുന്നത്. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കേട്ടതല്ലേ, കൺഫ്യൂഷൻ ആവും. അതേ മോളെ, നിങ്ങളുടെ രഹസ്യമാണ്. വേദാന്ത് കുറച്ചു മുമ്പ് സുഹാസിനെ വിളിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കണം, വീട്ടിലെത്തിയാൽ ഉടനെ ആ കാര്യം പറയാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അതെയോ മുത്തശ്ശി? അതേ മോളെ, എനിക്ക് തോന്നുന്നത് നിങ്ങൾ തമ്മിലുള്ള പ്രണയം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തുറന്നു പറയാനായിരിക്കും അവനിപ്പോ വരുന്നത്. മുത്തശ്ശി, അതാ അവൻ വന്നല്ലോ. വേദാന്ത്, എന്താടാ ഇത്ര പെട്ടെന്ന് നീ അങ്ങ് ക്ഷീണിച്ചു പോയത്? മുത്തശ്ശി, എനിക്ക് അങ്ങനെ ഒരു ക്ഷീണവുമില്ല. മുത്തശ്ശിക്ക് തോന്നുന്നതാ. എന്തൊക്കെയുണ്ട് വേദാന്ത്? യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു അമ്മേ. സുഖാണോ അമൂല്യ? വന്നിട്ട് കുറെ നേരമായോ? വന്നിട്ട് ഒരുപാട് നേരായി. എന്നാലും സാരമില്ല. ചേട്ടാ, ഞങ്ങൾ എല്ലാവരും നീ വരുന്ന നോക്കിക്കുമായിരുന്നു. വേദു, 2 ദിവസത്തേക്കാണെങ്കിലും നീ എപ്പോ തിരിച്ചു വരുമെന്നോർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞങ്ങള്. മുത്തശ്ശി, ഞാൻ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയല്ലേ ട്രിപ്പിന് പോവാറുള്ളത്. ഇപ്രാവശ്യം എന്താ എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റ്? അതെപ്പോഴും അങ്ങനെ തന്നെയാ. എന്തുകൊണ്ടാന്ന് ചോദിക്കാൻ പാടില്ല. നിന്നോട് എല്ലാവർക്കും അത്രമാത്രം സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ നിന്നെ മിസ് ചെയ്യാൻ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. എപ്പോഴും ദേഷ്യത്തോടെ പെരുമാറുന്നെങ്കിലും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം. എല്ലാരും പറയുമ്പോ വേദാന്തെന്ന് വെച്ചാ ഭയങ്കര അഹങ്കാരിയാ. എന്നാലേ വേദാന്തിന് ഒരുപാട് ഇഷ്ടം. പോയ കാര്യം ദൈവതാം എല്ലാം ശരിയായോ? യാ സിദ്ധാർത്ഥ്, എല്ലാം ഓക്കെ ആയി. ഓഫീസിലെ കാര്യമൊക്കെ കറക്റ്റ് അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? അതെ, ഒരു പ്രശ്നമില്ല, എല്ലാം ഓക്കെ. അതെല്ലാം ഓക്കെയാണ് ചേട്ടാ. എന്തോ ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് റൗഡി കൊച്ചിനെ വിളിച്ചു വരുത്തിയില്ലേ? എന്തായിരുന്നു? ഓഫ് കോഴ്സ്, ഞാൻ പറയാം. അമ്മേ, ഇത്ര ദിവസം ഞാൻ നിങ്ങളെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചാൻ ഐ എം സോറി. അമൂല്യ എന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ചെങ്കിലും പെൺകുട്ടികളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. പെൺകുട്ടികളെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ കല്യാണം വേണ്ടാന്ന് പറഞ്ഞത്. പക്ഷെ അമ്മ വെച്ച ആ കണ്ടീഷൻ വിക്രാന്തിന്റെ കല്യാണത്തിന് തടസ്സമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ കാരണം അവനൊരു പ്രശ്നം വരാൻ പാടില്ല.
അതിനെക്കുറിച്ചൊരു തീരുമാനം പറയാനാണ് ഇവളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്. ഇപ്പൊ വേദാന്ത എന്തായിരിക്കും പറയാൻ പോകുന്നത്? ആക്ച്വലി അമ്മയെ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. സത്യമാണോടാ? ഞാൻ കേട്ടത് തെറ്റായിട്ടൊന്നും അല്ലല്ലോ അല്ലേ? എന്റെ മുത്തശ്ശിയാണേ സത്യം. വേണമെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം. ഞാൻ തന്നെ പറയാം. ചേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്നേ. വിക്രാന്ത്, നീ എന്തിനാണ് ഇങ്ങനെ കൂവി വിളിക്കുന്നത്? പിന്നെ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് അല്ലേ, അപ്പൊ പിന്നെ കാര്യത്തിലേക്ക് കടന്നാലോ? നിന്റെ നാവിൽ നിന്ന് തന്നെ ഇത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് വേദാന്ത്. ഐ എം റിയലി ഹാപ്പി ഫോർ യു. ഞാൻ ഒരുപാട് ചിന്തിച്ചെടുത്ത തീരുമാനമാണമ്മേ. ഞാൻ കാരണം വേറെ ആരും വിഷമിക്കാനും പാടില്ല. അതുകൊണ്ട് എന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ മാറ്റി ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. സൂപ്പറാടാ ചേട്ടാ, നീ ഫെന്റാസ്റ്റിക്. അരെ വാ. ഈ സന്തോഷത്തില് നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാരാണെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞോളൂ ചേട്ടാ. വിക്കി, അവൻ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ പെണ്ണിന്റെ കാര്യം. അമ്മേ, പെൺകുട്ടി ആരാന്ന് ഞാൻ തന്നെ പറയാം. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അമൂല്യ. അവിടെ പഠിച്ചുകൊണ്ടിരുന്ന കൊച്ചിനെ വിളിച്ചു വരുത്തി ഫോട്ടോ കാണിക്കേണ്ട വലിയ ആവശ്യമുണ്ടോ? അമ്മ എന്തേലും പറഞ്ഞു കേട്ട് നീ വിഷമിക്കണ്ട, മനസ്സിലായോ? ഒന്നും സംഭവിക്കില്ല. എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? മക്കളെ നമ്മളല്ലേ വിശ്വാസം പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്? സന്ധ്യക്ക് വിളക്ക് വെക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ഫോട്ടോ താഴെ വീണ് പൊട്ടിപ്പോയി. അതത്ര നല്ല കാര്യമല്ല. എല്ലാം അപശകുനാണെന്ന് വിചാരിക്കില്ലേ പ്രമി? ചില കാര്യങ്ങൾ നമുക്ക് ചിലത് മനസ്സിലാക്കി തരാനുള്ള സൂചനയായിരിക്കും. വിശ്വാസമൊക്കെ നല്ലതാ, പക്ഷെ അന്ധവിശ്വാസം പാടില്ല. ജീവിതം എങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നല്ലാതെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞോ? അഞ്ജു, നീ ആദ്യം ഈ ഫോട്ടോ കൊണ്ടുപോയി പൂജാമുറി വെച്ച് പ്രാർത്ഥിച്ചിട്ട് നല്ലത് മാത്രം നടക്കണേന്നൊന്ന് പ്രാർത്ഥിക്കേ. അതെ, അമ്മു എവിടെയുണ്ടെന്ന് ഫോൺ ചെയ്തെന്ന് ചോദിക്കേ. അവൾ ഒറ്റയ്ക്കാ പോയിരിക്കുന്നേ. ഈ സമയത്ത് ഒറ്റയ്ക്കല്ലേ പോയേ? അതെ, ഫോൺ ചെയ്തൊന്ന് ചോദിക്കേ. നിങ്ങളുടെ അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയ എല്ലാവരുടെ മനസ്സിലേക്ക് അത് കുത്തിക്കയറ്റും. വെറുതെ എല്ലാവരും ടെൻഷൻ എടുപ്പിക്കും. നിങ്ങൾ ആരും വിഷമിക്കണ്ട.
ആർക്കും ഒന്നും സംഭവിക്കില്ല. എല്ലാം നന്നായിട്ട് നടക്കും. അമൂല്യ, ഒന്നങ്ങോട്ട് നീങ്ങിയിട്ടില്ലേ? നീങ്ങി നിൽക്കൂ. അമ്മേ, ഷീ സാഹിത്യ. നമ്മുടെ ഓഫീസിൽ ശാരികയുടെ അസിസ്റ്റന്റായി വന്ന കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നില്ല. ഈ കുട്ടിയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. ചേട്ടാ, എന്തൊക്കെയാ പറയുന്നേ? വെയിറ്റ് വിക്രാന്ത്, ഞാനൊന്ന് പറയട്ടെ. ഞാൻ ഇതുവരെ എടുത്ത ഒരു തീരുമാനങ്ങളും തെറ്റാറില്ല. അതുകൊണ്ടാണ് അമൂല്യയും വിളിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാനെടുത്ത ഈ തീരുമാനം എല്ലാവരോടായി പറഞ്ഞത്. ഹായ് ആന്റി. ഹായ്. വേദാന്ത് ഇപ്പോഴും കല്യാണത്തിന് സമ്മതിച്ചെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അങ്ങനെയുള്ളപ്പോ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്ന് സർപ്രൈസ് തരികയല്ലേ അവൻ ചെയ്തത്. ഞങ്ങൾ ആരും ഇത് പ്രതീക്ഷിച്ചതേ അല്ല. ഇവരൊക്കെ ഇത് കേട്ടിട്ട് ഷോക്ക് അടിച്ചിട്ട് ആകെ കൺഫ്യൂഷനായി നിൽക്കുക. വേദാന്തിനെ കുറിച്ച് അറിയാവുന്നവരൊക്കെ ഇങ്ങനൊരു കാര്യം കേട്ടാ ഷോക്ക് അടിച്ചല്ലേ പറ്റൂ. അങ്ങനെ അവസാനം വേദാന്ത് അവന്റെ തീരുമാനം മാറ്റി. അതിന് കാരണക്കാരി നീ ആയതുകൊണ്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങളുടെ ഈ കുടുംബത്തിലേക്ക് സ്വാഗതം. താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച്.